ഐ നോബഡി നമ്മൾ നിസാം ബഷീർ ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ സിനിമ. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് തൊട്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഒരേ ഒരു റീസണാണ്, റോഷാക്ക് എന്ന് പറയുന്ന ഒരു ഗംഭീര പടം തന്നിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തൊട്ടുള്ള കീപ്പിംഗ് ഒരു ക്വാളിറ്റി ഉണ്ടാവും. അത് ഈ ട്രെയിലറും എത്തിയതോടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് കാണാൻ. കാരണം എന്താണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ള കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ സിനിമയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രാജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കത്തിൽ തന്നെ നേരിട്ട് സ്റ്റോറിയിലിട്ട് തന്നെയാണ് സിനിമ പോകുന്നുണ്ട്. ഒരു ബാങ്ക് റോബറി സംഭവിക്കുകയാണ്. അവിടെ ഒരു കാര്യത്തിനായി പോകുന്ന നായകൻ അവരുടെ ഇടയിൽ പെട്ടുപോവുകയും പിന്നീട് പുള്ളി ഒരു സസ്പെക്റ്റായി മാറുകയും പിന്നീട് തൻ്റെ ലൈഫിൽ മീഡിയ, സൊസൈറ്റി തുടങ്ങിയവർ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഗംഭീര ടോപ്പ് നോച്ച് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. ബ്രില്യൻ കട്ട്സാണ്, ഭയങ്കര സിനിമാറ്റോഗ്രഫി ഒക്കെ ഗംഭീരമായിരുന്നു. അതിൻ്റെ കളറിങ് ആയാലും സിനിമയിലെ ഫൈറ്റ്സ് ഒക്കെ എടുത്ത് പറയണം, നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. ഇൻ്റർവെൽ വരെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷയോടെ ഭയങ്കര ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ വന്ന ആദ്യ പകുതിയായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് തുടക്കത്തിൽ കുറച്ച് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടത്. കാരണം ഒരു ചില സബ് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പിന്നീട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തരത്തിലുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ആ മൊമെൻറ്റത്തോടെ ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് വേണം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ ഭയങ്കര ബ്രില്യൻറ്റ് മൂവി ആക്കായിരുന്നു, ഭയങ്കര എക്സലൻ്റ് എന്ന് പറയാവുന്ന ഗംഭീര സിനിമ ആക്കാമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചില ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ചില നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഒരു വീക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ സിനിമയെ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി എനിക്ക് ഈ പറയാനുള്ളത് ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ബസ് ഫൈറ്റ് ആൻഡ് ലിഫ്റ്റിനകത്തുള്ള ഫൈറ്റ്, എന്താ പറയുക, ഒരു ഭയങ്കര മൊമെൻറ്റം. ജെയിംസ് ബുജേനെ എടുത്ത് പറയണം, കാരണം ഗംഭീര സ്കോറിംഗ് ആയിരുന്നു. അങ്ങനെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു സാധനമായ ഈ റോബറി അല്ലെങ്കിൽ ഹെയ്സ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും വിട്ടുമാറി ചില കാര്യങ്ങളും ഈ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഈ സൊസൈറ്റി എങ്ങനെയാണ്, മീഡിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചൂഷണം ചെയ്യും, അതെങ്ങനെ നമ്മുടെ സൊസൈറ്റി എടുക്കും, പിന്നീട് ആ വ്യക്തിക്കുണ്ടാകുന്ന മാനഹാനി കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ രാജീവൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് തന്നെ പുള്ളി ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനായിട്ട് നമുക്ക് തന്നെ ദേഷ്യം വരും. അപ്പോൾ ആ ഒരു ഇമോഷണൽ സംഭവങ്ങൾ നമുക്കും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംഭവം കിടുവായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വീക്കായിട്ടുള്ള ഒരു ക്ലൈമാക്സ് പോലെ തോന്നി. ബട്ട് അറ്റ് വാസ് സ്വീറ്റ്. കാരണം നമ്മുടെ ആ ഒരു മൊമെൻറ്റത്തിൽ നിന്ന് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന പോലെ തോന്നി. അതുകൊണ്ടായിരിക്കാം ചിലർക്കൊന്നും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നാത്തത്. പക്ഷേ എനിക്കൊരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. കാരണം പുള്ളി എനിക്ക് തോന്നുന്നത് നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായി ചെയ്യും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അങ്ങനെ കുറേ ഗംഭീര ഷോട്ടുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആ സെക്കൻഡ് ഹാഫ് കൂടെ ഒന്നുകൂടെ, കാരണം ഇതിൽ പൊളിറ്റിക്കൽ ഈ എങ്ങനെ ഒരാൾ ഹീറോയോ ആണെങ്കിലോ ഒരു സാധാരണമായ ഒരു നോബഡി ആയിട്ടും തള്ളാൻ അവർക്ക് സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. കാരണം അതുവരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ മീഡിയ വേറൊരു സൈഡിലോട്ട് പോകും. അവർക്ക് തിന്നാൻ ഒരാളെ കിട്ടിയാൽ മതി, ആരും എപ്പോഴും ഉന്നതിയിലൊന്നും ഇരിക്കില്ല എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. നല്ല ലോജിക്കലാണ്. അതിന് ക്ലൈമാക്സിൽ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ ടോട്ടൽ മൊമെൻറ്റത്തിനെ ബാധിച്ചിട്ടുണ്ട്. സോ എൻ്റെ അഭിപ്രായം ഇതാണ് പേഴ്സണലി. നിങ്ങൾ കണ്ട് അഭിപ്രായം പറയുക. ഐ നോബഡി വാസ് ഒരു ഗുഡ് മൂവി ഫോർ മീ.